രണ്ടുപേരും ഒന്ന് ഒപ്പിട്ടെ. ദേ, നിങ്ങൾ തന്നെ പറഞ്ഞ മൊഴിയാ. ഒപ്പിട്. ഡോക്ടറെ, ആൾക്കിപ്പോൾ നത്തിങ് ടു വറി. വാള് കൊണ്ടുള്ള വെട്ടാണ്. എന്നാലും വൂണ്ട് അത്ര ഡീപ്പായിട്ടൊന്നുമല്ല. ബ്ലീഡിങ് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്, അതാണ് കുഴപ്പമായത്. ബ്ലഡ് കയറ്റുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു 2 മണിക്കൂറിനുള്ളിൽ ആൾക്ക് ബോധം വീഴും. ഓ ഹേ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ വണ്ടി അയാൾ ഇടിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയും അയാളുടെ ശരീരത്തിലില്ല. രക്ഷപ്പെട്ട് ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പെട്ടതായിരിക്കും. ഹേ, പേടിക്കണ്ട. ആൾക്ക് ബോധം വരുന്നവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ശരി. സാറേ, ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. സാറേ, ഇവൻ്റെ ബ്ലഡ് ഒക്കെ കൊടുത്തായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചിട്ടുണ്ട് സാർ. സാർ, ഡോക്ടർ പറഞ്ഞു പുള്ളിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാലോ അല്ലേ സാറേ? എടാ, നിന്നോടല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞത്. അല്ല സാറേ, ഞങ്ങളുടെ വണ്ടി പുള്ളിയെ മുട്ടിയിട്ട് പോലും ഇല്ല. ഡോക്ടർ പറഞ്ഞ ആ അത് രീതിയിൽ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഡോക്ടറല്ല. ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി രണ്ടുപേരും. സർ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? വഴി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നോണ്ട് പബ്ലിക് ഈ വക കാര്യങ്ങളൊന്നും ഇടപെടാത്തെ. ആഹാ, മാഡത്തിന്റെ ശബ്ദം വീണ്ടും പുറത്തു വന്നു തുടങ്ങിയല്ലോ. നന്നായി. ഞാൻ ആകെ ഒരു ചാർജില്ലായിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ. രണ്ടുപേരും അവിടെ ചെന്നിരുന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. സർ, ഞങ്ങൾ അങ്ങോട്ട് ചെന്നിരിക്കാൻ. പപ്പേട്ടാ, പ്രദീപിനോട് പറഞ്ഞവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് എടുപ്പിക്കണം. ഞാനൊന്ന് ഡോക്ടറെ കണ്ടുവരാം. ശരി സാർ. അതെ, വണ്ടി നിങ്ങളെ സാധനങ്ങളെല്ലാം എടുത്തോ. വണ്ടി ഇപ്പം സ്റ്റേഷനിലേക്ക് എടുക്കും. ഓ പ്രിയേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലെ ആ സിയുടെ മുമ്പിൽ അങ്ങനെ നീ വാതം അടിച്ചിട്ട് തലമണ്ട ഞാൻ പിടിക്കും കേട്ടോ. പിന്നെ കാര്യം പറയണ്ടേ? ഓ, ഇത്ര നേരം അണ്ണാക്കി കോലിട്ട് അളക്കിയാൽ പോലും ശബ്ദമൊന്നും വരത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ കാര്യങ്ങൾ വലിയ സീനിലൊന്നും മനസ്സിലായപ്പോൾ അട്ട ചോര പിടിച്ചാൽ ഉടനെ വീർത്ത് വന്നിരിക്കും. നീ വല്ല വർത്താനൊന്നും പറയണ്ട. ആൾ ചോദിച്ചപ്പോൾ നീ ആ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞേ. ഇനി മെഡിക്കൽ റിസൾട്ട് വരുമ്പോൾ നീ വെള്ളം അടിച്ചെന്ന് മനസ്സിലാവില്ലേ? ഓ പിന്നെ വെള്ളം അടിച്ച് ആകെ അടിച്ച് ഒരു ബെക്ക. ഈ ടെൻഷൻ അത് പണ്ടേ ആവിയായി പോയിട്ടുണ്ടാവും. കൊണ കൊണാന്ന് പറഞ്ഞ വണ്ടി തുറക്കും. ആ തുറക്കുക. എടാ, ഇത് അയാളുടെ ബാഗല്ലേ? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മാർക്ക് അയാളുടെ വീട്ടിൽ നിന്നെങ്ങാനും ആയിരിക്കും.